Horizontal plane surface വരുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടു, കാൽക്കുലേഷൻ കണ്ടു. നെക്സ്റ്റ് വൺ ഇസ് വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ്. ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഫ്ലൂയിഡി സബ്മർജ് ചെയ്യുമ്പോൾ എത്ര ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിനകത്ത് വരുന്നു, എന്താണ് അതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ കാൽക്കുലേഷൻ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ മതി. ദാറ്റ് ഇസ് ഡിസൈൻ എ സ്റ്റോറേജ് ടാങ്ക്. ഈ സ്റ്റോറേജ് ടാങ്കിൻ്റെ തന്നെ ഒരു 3D വ്യൂ ആയി വരച്ചേക്കുന്നത്. ഇതിനകത്ത് എനിക്ക് ഒരു ഫേസിൽ ഔട്ട്ലെറ്റ് ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ടാപ്പ് അല്ലെങ്കിൽ ഒരു സർക്കുലർ ഡിസ്ക് ഞാനിവിടെ ഇൻസെർട്ട് ചെയ്യുകയാണ്. ഒരു ഓപ്പണിംഗ് ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇത്രയും റീറ്റെയിൻ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ സൈഡ് വൈസ് പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ കാരണം ഓപ്പണിംഗ് വരുമ്പോഴത്തേക്ക് അതിനകത്തൂടെ ഫ്ലൂയിഡ് റഷ് ഔട്ട് ചെയ്ത് പുറത്തോട്ട് പോകും. അതില്ലാതെ തിരിച്ച് ഞാൻ എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്താലാണ് ഈ ഓപ്പണിങ്ങിന് ഞാൻ കൊടുക്കുന്ന ടാപ്പ് അല്ലെങ്കിൽ ഈ ഡിസ്കിനെ ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയണം. അതിനുവേണ്ടി ഈ റീറ്റെയിൻ ചെയ്ത ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈ വെർട്ടിക്കൽ സർഫസിൽ എവിടെയാണ് വരുന്നതെന്നും എന്തുമാത്രം വരുന്നതെന്നും അറിയണം. അതാണ് വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡിലെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാൽക്കുലേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഈ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രം ആണെന്ന് യൂഷ്വലി നമ്മുടെ ടെക്സ്റ്റിൽ കാണുന്ന ഇത്. എന്തിനാ ഇങ്ങനെ ആർബിട്രറി ഷേപ്പ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് മേ നോട്ട് ബി റെക്ടാങ്കുലർ, സർക്കുലർ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് ഷേപ്പ് ആണെങ്കിലും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആർബിട്രറി ഷേപ്പ് കൊടുത്തേക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ആകുമ്പോൾ ഓരോ പോയിന്റിലും ഓരോ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് ഫീൽ ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഓരോ പോയിന്റ് കൺസിഡർ ചെയ്യുന്നതോറും ആ പോയിന്റിൻ്റെ ഡെപ്ത്, ഫ്രീ സർഫസിൽ നിന്നുള്ള ഡെപ്ത് വേരിയേഷൻ വരും. അത് വേരിയേഷൻ വരുമ്പോൾ അതിന് മുകളിലുള്ള വെള്ളത്തിൻ്റെ വെയിറ്റിൽ വേരിയേഷൻ വരും. സോ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൾസോ വേരീസ്. നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു മാർഗം ഒരു ചെറിയ സ്ട്രിപ്പ് എടുക്കുക, ഇതുപോലെ DH വിട്ടും DH തിക്നെസ്സും B വിട്ടും ഉള്ളൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. ആ സ്ട്രിപ്പിലെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കുക. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ടോട്ടൽ വെർട്ടിക്കൽ സർഫസിൻ്റെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാം. സോ the small pressure intensity which is felt on the strip is rho into G into ഈ സ്ട്രിപ്പ് ഡിപ്പ് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് ഫ്രീ സർഫസിൽ നിന്ന്, ദാറ്റ് ഇസ് H. സോ the hydrostatic force which is felt on this small strip held vertically is rho into G into H into dA. dA is the B into DH, that is, this is the area of the strip under consideration. So the total hydrostatic force or the total pressure on the vertically immersed plane surface is integral dP, that is equal to integral rho G into H into dA. See, rho G എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. Rho is the density of fluid and G is acceleration due to gravity. H into dA എന്ന് പറയുന്നത് ആണ് നമ്മളുടെ കൺസിഡറേഷനിലുള്ള കാര്യം. See, H എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ ഫ്രീ സർഫസ്, DA എന്ന് പറയുന്നത് ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dA into H will be equal to moment of the area of the plane surface under consideration with respect to the free surface of the liquid. So that is equal to rho G into A into distance of the center of gravity of the plane surface from the free surface of the liquid, that is H bar. So P is equal to rho G A H bar, or P is equal to W A H bar is equal to the hydrostatic force which is exerted on a vertically immersed plane surface. ഒരു horizontal plane surface ആണെങ്കിൽ assume ചെയ്യുക H bar will be equal to the location to the centroid. That is, horizontal plane surface ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇരിക്കുക. ഇതാണ് ഫ്രീ സർഫസ് എങ്കിൽ this will be equal to H bar. സെൻട്രോയിഡോട്ടുള്ള ഡിസ്റ്റൻസ് ബാക്കി എല്ലാ പോയിന്റോട്ടുള്ള ഡിസ്റ്റൻസും y ആക്സിസിൽ സെയിം ആണ്. Why? Because it is held horizontally. So horizontal plane surface P is equal to WA H bar. H bar is the distance to the centroid. അതേ ഇക്വേഷൻ തന്നെ ഇവിടെ W into A into H bar. Here H bar is the distance of the centroid of the plane under consideration from the free surface of the liquid. Now center of pressure calculation. സെൻറ്റർ ഓഫ് പ്രഷറിൽ നമ്മൾ എടുക്കുന്ന തിയറം എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സിൽ എന്താ പറയുന്നത്, ഒരു ആക്സിസിന് അബൌട്ടായിട്ട് ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മൊമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ് മൊമെൻറ്റ്സ് അബൌട്ട് ദ സെയിം ആക്സിസ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രിപ്പാണ് എടുത്തത്, ഈ സ്ട്രിപ്പിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ്, ഈ സ്ട്രിപ്പിലെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ടോട്ടൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിച്ചത്.
അതുപോലെ തന്നെ ആക്സസ് ആയിട്ട് എടുക്കുന്നത് ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡിൻ്റെ ഫ്രീ സർഫസ് ആക്സസ് ആയിട്ട് എടുത്തിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു സ്ട്രിപ്പിൻ്റെയും ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ മൊമെൻ്റ് എടുത്ത് അതിൻ്റെ സം എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ മൊമെൻ്റ് ഓഫ് ടോട്ടൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് felt by this plane surface. That is, moment of the resultant force about an axis will be equal to the sum of moments of components of the same force about the same axis. ഞാൻ ഇവിടെ total hydrostatic force felt by this vertical surface is considered as P. It is acting at a point. That is, the point is center of pressure. Center of pressure ഞാൻ assume ചെയ്യാണ് it is at a distance of HP from the free surface. So by principle of moment, P into HP will be equal to sum of moments of the component forces. What is the component force? ഓരോ സ്ട്രിപ്പിലെയും ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ മൊമെൻറ്റ് എടുത്താൽ അതിൻ്റെ സമം P into HP യുടെ സമം ഈക്വൽ ആയിരിക്കും. So the hydrostatic force felt in the strip is dP into distance h. That is equal to integral rho gh into dA into h. That is equal to integral rho g h square dA. That is equal to rho g into integral h square dA is defined as moment of inertia of the surface about the surface of liquid. അതായത് ഫ്രീ സർഫസ് ലിക്വിഡ് ഉണ്ടോ നമ്മുടെ ആക്സിസ്, ആ ആക്സിസിന് അബൌട്ട് ആയിട്ട് ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എന്ന് വെച്ചാൽ ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഡി ഡിഫൈൻസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് the axis under consideration. Axis under consideration is free surface of liquid. Therefore, I about the free surface. So, rho g into I about the free surface, that is equal to P into HP. So, this implies HP is equal to rho g into I about the free surface by P. From this equation we can write HP is equal to rho g into I about free surface of the liquid by P. So that is equal to rho g into I about free surface can be found from the theorem of parallel axis. So I about any parallel axis to the centroidal axis is equal to I about centroidal axis plus A into distance about between the two axes, that is h bar square. That is rho g into IG plus area into h bar square, the whole divided by P. What is P? Rho g into A h bar. So simplifying we will get IG by A h bar plus h bar, which is equal to the center of pressure. So the total hydrostatic force which is acting on a vertically immersed plane surface is found as W into AH bar or rho g into AH bar, and the center of pressure, that is the point at which this hydrostatic force or total pressure acts on the vertical surface, is found as HP is equal to IG by AH bar plus H bar. So it's very easy to find. നമുക്കിത് ഈ സർക്കുലർ ഡിസ്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഇതൊരു റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് ആണല്ലോ. ഈ റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസിൻ്റെ IG, that is inertia about the centroidal axis, that we know BDQ by 12. Then h bar is equal to distance of the centroid from the free surface of the liquid എത്ര ഹൈറ്റിലാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിയുക. അപ്പോൾ ഫ്രീ സർഫസ് കിട്ടും. ഫ്രീ സർഫസിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ഓൾസോ ഈസി ടു ഫൈൻഡ്. ദെൻ ഏരിയ ഓഫ് ദ വെർട്ടിക്കൽ സർഫസ് വി കൻ ഈസിലി ഫൈൻഡ്. സോ എച്ച് പി വിൽ ബി IG by H bar plus H bar. വൺ സെൻറ്റർ ഓഫ് പ്രഷർ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എവിടെയാണ് വരുന്നതെന്ന് അറിയാം. അപ്പോൾ സപ്പോസ് ടോട്ടൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇവിടെയാണ് വരുന്നതെന്ന് ഇരിക്കട്ടെ. സോ total hydrostatic force is equal to rho g h bar. Rho g h bar ഇവിടെ വരും. So we have to insert a force equivalent to rho g h bar externally on this point itself, so as the opening or the circular disc that we have provided will be in equilibrium. അത്രയും ഫോഴ്സ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തൊരു ഡിസ്ക് വെച്ചാലേ ഇത് തുറന്നു പോകാതിരിക്കും. Right? We will discuss the next section, that is the hydrostatic force calculation on an inclined plane surface.